നോമ്പിൻ്റെ ഒരു ട്രഡീഷണൽ കഞ്ഞി ഉണ്ടാക്കി കാണിക്കട്ടെ. ഓട്സ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഓട്സ് വിത്ത് ചൗരി. ചൗരി അറിയാലോ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പറയണേന്ന് എനിക്കറിയില്ല. ആദ്യമേ ഓട്സ് ഇങ്ങനെ കുറുക്കാൻ വയ്ക്കുക കേട്ടോ. ഓട്സ് വേവിക്കാൻ വയ്ക്കുക. ഓട്സ് വെന്ത് കഴിയുമ്പോൾ അത് കുതിർത്തിയതാണ് ഓട്സ് കേട്ടോ. ഗോതമ്പ് ഓട്സാണ്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഓട്സാണിത്. ഇത് നമ്മൾ ഓട്സ് ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളത് കുതിർത്തിയിട്ട് കുറുക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിക്കണം. ആദ്യം പാല് ഫ്രീസായ പാൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അത് കുറുക്കിയെടുക്കുക. ഫ്രീസായ പാലൊഴിക്കുക. അത് കുറച്ച് മധുരത്തിന് 2 സ്പൂൺ മധുരം ഇടുക കേട്ടോ. മധുരം ഒത്തിരി വേണ്ട, കാരണം ഇത് നോമ്പിന് നമ്മൾ കഴിക്കുന്ന ഒരു കുറുക്കാണ്. നമുക്ക് സാധാരണ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. 2 സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബദാമും നട്ട്സും കൂടി അരച്ച് വെച്ചതാണ് കേട്ടോ. അരച്ചിട്ട് അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അതൊരു അങ്ങനത്തെ ഒരു കഞ്ഞിയാണ്. നമുക്ക് രാത്രി കുടിക്കാൻ നല്ലതാണ്. ചോറിന് പകരമൊക്കെ ചപ്പാത്തിക്ക് പകരമൊക്കെ കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് ചൗരി നമ്മൾ വേവിച്ച് വെച്ചതാട്ടോ. വേവിച്ചിട്ടിട്ട് അതിനകത്തേക്ക് ചൗരി ഇടണം. ചൗരി കുറച്ച് ഇടണം. ഒന്ന് വെന്തോട്ടെ കേട്ടോ. ചൗരി ഒന്ന് കുറുകി വരണം. അതിനുണ്ട് ചൗരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചൗരി കുതിർത്തിയാണ് അത് ഈ ഓട്സിൻ്റെ കൂടെ ഇടുന്നത് കേട്ടോ. അത് കുറുകി വരട്ടെ. കുറച്ച് ലൂസാക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടണം കേട്ടോ. ലൂസ് വേണം. കുറച്ച് ലൂസായാലാണ് അത് ആറി വരുമ്പോൾ അത് കുറുകി വരും കേട്ടോ. തണുത്ത് വരുമ്പോൾ അത് കുറുകി വരും. കുറുകി തന്നെയാണ്. തീ സ്വല്പം കൂട്ടി വയ്ക്കാം. ഇതിനകത്ത് ഓട്സ്, ചൗരി, പിന്നെ നട്ട്സ്, ബദാമൊക്കെ അരച്ച് അതിനകത്ത് ഇടണം. പാല്, ഇത്ര ഐറ്റംസ് മതി കേട്ടോ. ഇത്ര ഐറ്റം മതി. മധുരം പാകത്തിന് പഞ്ചസാര ഇടണം. നമ്മൾ ഓട്സും ചൗരിയും നമ്മൾ വേവിച്ച് വെച്ചുകൊണ്ടില്ലേ, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതൊന്ന് വേവിച്ച് വെക്കണം, നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഷോർട്ട് വീഡിയോ ആണ്. കുറുകി വന്നു കഴിയുമ്പോൾ ഈ പാകത്തിന് വരും. പാകത്തിനായിരിക്കും. ഇത് തണുക്കുമ്പോൾ കട്ടയാവും. അപ്പോൾ നമ്മൾ ഈ പാകമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഓട്സും ചവരിയൊക്കെ വേവിച്ചതായതുകൊണ്ട് അധികം സമയം ഇടണ്ട കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യാം. ധാരാളം നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ചോറിന് പകരം കുടിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ട്രഡീഷണൽ കഞ്ഞി എന്ന് പറയാം കേട്ടോ. ഓട്സ് ഇതിലേക്ക് ഒഴിക്കുക. ചെറിയ വീഡിയോ കേട്ടോ, ഷോർട്ട് വീഡിയോ. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. ഹെൽത്തി നോമ്പിൻ്റെ ഒരു കഞ്ഞി എന്ന് പറയാം. നോമ്പിൻ്റെ കഞ്ഞിക്ക് നമുക്ക് പല ടൈപ്പ് ഉണ്ടാക്കാം. റവ കൊണ്ടുണ്ടാക്കാം,
റവ കൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. പല ടൈപ്പ് കഞ്ഞികൾ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കണ ഓട്സും ചൗരിയും കൂടെ കൂട്ടിയാണ്. പാല്, ബദാം, നട്ട്സ്. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ കിസ്മസും നട്ട്സൊക്കെ ഒന്നും കൂടി ഇങ്ങനെ മൊരിച്ചിടാം കേട്ടോ. അതൊന്നും ആവശ്യമില്ല. എപ്പോഴും അത് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടും കേട്ടോ. ഇത് മതി. ഇത് അടിപൊളി സൂപ്പർ ഹെൽത്തി ജ്യൂസാണ്, ഹെൽത്തി കഞ്ഞിയാണ്. ഓക്കെ, നോക്കി കണ്ട നിറച്ച് കഴിക്കാട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ ഇതുണ്ടാക്കാം. ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയാമില്ല. അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും അറിയാൻ പഴയ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ഓട്സ് പല ടൈപ്പ് ഉണ്ട്. ഗോതമ്പിൻ്റെ ഉണ്ട്. ഇത് ഗോതമ്പിൻ്റെ ഓട്സാണ്. ഗോതമ്പ് ഓട്സ് പല ടൈപ്പാണ്. ഇതിപ്പോൾ തിക്കായിട്ടുള്ള ഗോതമ്പിൻ്റെയാണ്. അപ്പോൾ ഗോതമ്പ് ഞാൻ കുതിർത്തി ഓട്സ് ഒന്ന് വേവിച്ചെടുത്താൽ, പിന്നെ ചൗരിയും കുതിർത്തി വേവിച്ച, അതുകൊണ്ട് പെട്ടെന്ന് കഞ്ഞി റെഡിയായിട്ടാണ്. രാത്രി ഞങ്ങളുടെ ആഹാരം ഇതാണ് കേട്ടോ. ഓക്കെ, ബായ്. വീണ്ടും കാണാം കേട്ടോ.